നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബസ് ജീവനക്കാർക്ക് മർദ്ദനം. കാസർഗോഡ് കമ്പാർ റൂട്ടിൽ ബസ്സോട്ടം നിലച്ചു. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ ആഗസ്റ്റ് 15-ന് കാഞ്ഞങ്ങാട്ട് ഡിവൈഎഫ്ഐ സേവ് ഇന്ത്യ റാലി. പ്രചരണ ജാഥകൾക്ക് ഗ്രാമങ്ങളിൽ വരവേൽപ്പ്. MGLC വിദ്യാലയങ്ങളുടെ സംരക്ഷണം അധ്യാപകർ സമരം തുടങ്ങി. ഹിരോഷിമയുടെ ദുഃഖം ചിത്രങ്ങളിൽ പകർത്തി വിദ്യാർത്ഥികൾ. മലയാളം ടുഡേയുടെ എൻ്റെ മലയാളം പദ്ധതിയിലേക്ക് കൂടുതൽ വിദ്യാലയങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് സ്വകാര്യ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിച്ചു. കാസർഗോഡ് കമ്പാർ റൂട്ടിൽ ബസ്സോട്ടം നിലച്ചു. കാസർഗോഡ് കമ്പാർ റൂട്ടിലോടുന്ന തൗഹീദ് ബസ് ഡ്രൈവർ ഉളിയത്തെടുക്ക ഭഗവതി നഗറിലെ പ്രസാദിനും ഇതേ റൂട്ടിലോടുന്ന ഗണപതി ബസ്സിലെ കണ്ടക്ടർ ഭദ്രെടുക്ക നീരാള ഹൗസിലെ വെങ്കട്ടരമണക്കുമാണ് മർദ്ദനമേറ്റത്. ശനിയാഴ്ച രാവിലെ 8:30 മണിയോടെയാണ് സംഭവം. ചെളിതെറിപ്പിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ആദ്യം തൗഹീദ് ബസ്സിലെ ഡ്രൈവർ പ്രസാദിനെയാണ് ഒരു സംഘം മർദ്ദിച്ചത്. ഈ സമയത്ത് ഇതുവഴി വന്ന ഗണപതി ബസ് നിർത്തി കാര്യം തിരക്കിയ കണ്ടക്ടറെയും മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കമ്പാർ റൂട്ടിൽ ബസ്സോട്ടം നിർത്തിവച്ചു. അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പൊടുന്നനെ ബസ്സോട്ടം നിർത്തിവെച്ചത് ഈ റൂട്ടിലെ യാത്രക്കാരെ പെരുവഴിയിലാക്കി. MGLC വിദ്യാലയങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് അധ്യാപകർ നടത്തുന്ന SSA ഓഫീസ് ഉപരോധം തുടങ്ങി. MGLCകളെ സംരക്ഷിക്കുക, വിദ്യാർത്ഥികളുടെ പഠന അവകാശം നിഷേധിക്കാതിരിക്കുക, അധ്യാപകർക്ക് വേതനം അനുവദിക്കുക, അധ്യാപകരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധ സമരം നടത്തുന്നത്. സമരം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VC മാത്യു ഉദ്ഘാടനം ചെയ്തു. മേലെ സാക്ഷരത കേരളത്തിലുണ്ട് എന്നാണ്. 93% സാക്ഷരത ഉണ്ടെങ്കിൽ 100% ആയി എന്നാണ്. പക്ഷേ ആ 100% ആയി എന്ന് നമ്മൾ പ്രചരിപ്പിക്കുമ്പോഴും സംതൃപ്തി അടയുമ്പോഴും 100% സാക്ഷരത നേടിയ ഒരു സമൂഹത്തിൽ ഒരാളെങ്കിലും സാക്ഷരത ലഭിക്കാത്ത ആളുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായും സാക്ഷരത നേടിക്കൊടുക്കാൻ ആവശ്യമായ ഒരു സാമൂഹിക പ്രതിബദ്ധത സമൂഹത്തിന് വന്നിരിക്കുകയാണ്. തീർച്ചയായും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ എന്ന നിലയിൽ അവർക്ക് അത് ലഭ്യമാക്കാൻ വേണ്ടി തയ്യാറാകണം. ആ ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് SSA ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ വിദ്യാഭ്യാസപരമായി മുന്നോക്കാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി പദ്ധതി സംഘടിപ്പിക്കുമ്പോൾ കേരളം ആ ഫണ്ട് വളരെ ശാസ്ത്രീയമായി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നല്ല യോഗ്യതയുള്ള അധ്യാപകരെ തന്നെ അതിനുവേണ്ടി ലഭ്യമാക്കാനും. T. സദാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. മണിമോഹൻ, EM ചാണ്ടി, UK ലത്തീഫ്, M. രവീന്ദ്രൻ, അനിൽകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. DYFI ആഗസ്റ്റ് 15-ന് കാഞ്ഞങ്ങാട്ട് ഒരുക്കുന്ന സേവ് ഇന്ത്യ റാലിയുടെ മുന്നോടിയായുള്ള പദയാത്രകൾക്ക് ഗ്രാമങ്ങളിൽ വരവേൽപ്പ്. മലയോരങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് തെക്കൻ മേഖലാ ജാഥ ശനിയാഴ്ച കാഞ്ഞങ്ങാട് മേഖലയിലേക്ക് പ്രവേശിച്ചത്. അമ്പലത്തറ, മാവുങ്കാൽ, പുല്ലൂർ, വേലാശ്വരം, മുക്കോട്, മടിയൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. അഴിമതിക്കാരെ തുറുങ്കിലടക്കുക, കള്ളപ്പണം കണ്ടുകെട്ടുക എന്നീ മുദ്രാവാക്യങ്ങളുമായി പ്രയാണം നടത്തുന്ന ജാഥയ്ക്ക് ജില്ലാ സെക്രട്ടറി സാബു എബ്രഹാം, P. രാമചന്ദ്രൻ എന്നിവരാണ് നേതൃത്വമേകുന്നത്. ആഗസ്റ്റ് 15-ന് കാഞ്ഞങ്ങാട്ട് നടക്കുന്ന പരിപാടിയിൽ 1,00,000 ആളുകൾ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ജാഥ 10-ന് തൃക്കരിപ്പൂരിൽ സമാപിക്കും. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പരിധിയിലെത്തിയ ജാഥയ്ക്ക് പ്രവർത്തകർ ഊഷ്മളമായ വരവേൽപ്പ് നൽകി. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും അവർ ജാഥയ്ക്ക് വരവേൽപ്പ് നൽകി. ബ്ലോക്ക് സെക്രട്ടറി AV സഞ്ജയൻ, P. രാധാകൃഷ്ണൻ, ശിവജി വെള്ളിക്കോത്ത് തുടങ്ങിയവർ നേതൃത്വമേകി. സ്വീകരണ കേന്ദ്രങ്ങളിൽ P. പ്രമോദ്, C. സുരേഷ്, ഉണ്ണികൃഷ്ണൻ, ശിവജി വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ഞായറാഴ്ച രാവിലെ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നും പ്രയാണം ആരംഭിക്കും. കാസർഗോഡ് സീതാങ്കോളിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച ജാഥ ചെന്നിക്കരയിൽ സമാപിച്ചു. സമാപന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കുമ്പള, മൊഗ്രാൽ പുത്തൂർ, അടുക്കത്ത് ബയൽ തുടങ്ങിയ കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം ലഭിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ സിജി മാത്യു, ജാഥ മാനേജർ K. രാജ്മോഹൻ, മധു മുതിയേക്കാൽ, K. രവീന്ദ്രൻ, രേവതി കുമ്പള, സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. സീതാങ്കോളിയിൽ സതീശൻ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച നായന്മാർ മൂലയിലും ചെർക്കള, എടനീർ, ബോവിക്കാനം തുടങ്ങിയ കേന്ദ്രങ്ങളിലെയും സ്വീകരണത്തിന് ശേഷം ഇരിയണിയിൽ സമാപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ് ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം, നിയോനാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. യുദ്ധ ഭീകരതയ്ക്കെതിരെ ഹിരോഷിമ ദിനത്തിൽ ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ചിത്രസാക്ഷ്യം ശ്രദ്ധേയമായി. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട, ലോകസമാധാനം പുലരട്ടെ തുടങ്ങിയ സന്ദേശങ്ങളുമായാണ് വിദ്യാർത്ഥികളും ഇതര ചിത്രകാരന്മാരും മാന്തോപ്പ് മൈതാനിയിൽ ചിത്രസാക്ഷ്യം ഒരുക്കിയത്. ഹോസ്ദുർഗ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെയും നല്ല ഭൂമി നേച്ചർ ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. ചിത്രസാക്ഷ്യം ഹിരോഷിമ ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളുടെ സ്മരണകൾ ഉണർത്തുന്നതായി മാറി. ചിത്രകാരന്മാരായ ശ്യാമ ശശി, വിനോദ് അമ്പലത്തറ, ഓമനക്കുട്ടൻ പെരിയ, T സുരേഷ് എന്നിവർ രചനയ്ക്ക് നേതൃത്വമേകി. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20ലധികം ചിത്രകാരന്മാർ പങ്കെടുത്തു. മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പരിപാടി ഹോസ്ദുർഗ് SI E തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PV കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. K അബ്ദുൾ സത്താർ, TV ജാനകി, C ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. AV സുരേഷ് ബാബു സ്വാഗതവും KR ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സമസ്തയുടെ 85ാം വാർഷിക സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സ്വാഗത സംഘം പ്രവർത്തനം കാസർഗോട്ട് തുടങ്ങി. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം MIC ജനറൽ സെക്രട്ടറി UN അബ്ദുൾ റഹിമാൻ മൗലവി ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ PB അബ്ദുറസാഖ്, NE നെല്ലിക്കുന്ന്, ചെറുക്കളം അബ്ദുള്ള, MA ഗാസി മുസ്ലിയാർ, KM അബ്ബാസ് ഫൈസി പുത്തുകെ, റഷീദ് ബെളിഞ്ചം, SP സലാഹുദ്ദീൻ, കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവരും സംബന്ധിച്ചു. കേരള പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന കൺവെൻഷൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. KPSHA സംസ്ഥാന വൈസ് പ്രസിഡന്റ് N മാധവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KPSHAയുടെ ആദ്യകാല അംഗങ്ങളെ ആദരിച്ചു. എയ്ഡഡ് സ്കൂളുകളിൽ SSLC പരീക്ഷയിൽ 100 മേനി കൊയ്ത MKSS കുട്ടമത്ത്, കടുമേനി സെന്റ് മേരീസ് HSനെയും അനുമോദിച്ചു. ചടങ്ങിൽ ശ്രീകൃഷ്ണ അക്കിതായ, S രവീന്ദ്രനാഥ് നായിക്, സന്തോഷ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് P ഗോപാലകൃഷ്ണഭട്ട് സ്വാഗതവും ജില്ലാ സെക്രട്ടറി PK ജോസഫ് നന്ദിയും പറഞ്ഞു. കുടുംബശ്രീയുടെ 13ാം വാർഷികത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 9-ന് പെരിയയിൽ നടക്കുന്ന ജില്ലാതല കുടുംബശ്രീ CDS സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷനും പുല്ലൂർ പെരിയ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും CDS നിർവഹക സമിതി അംഗങ്ങളും പങ്കെടുക്കും. പള്ളിക്കര, പുല്ലൂർ പെരിയ, അജാനൂർ, ഉദുമ, കുറ്റിക്കോൽ, മടിക്കൈ, കള്ളാർ, ചെങ്കള, ചെമ്മനാട്, മുളിയാർ, കള്ളാർ, ബേഡെടുക്ക, കാഞ്ഞങ്ങാട് നഗരസഭ എന്നിവയിലെ അംഗങ്ങളും CDS ഭാരവാഹികളുമാണ് പങ്കെടുക്കുന്നത്. 9-ന് രാവിലെ 10 മണിക്ക് K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഇനിയും കടന്നു ചെല്ലാത്ത ജനവിഭാഗങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനും സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനുമായി വിജയാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനാണ് CDS സംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ വേദികളിലായി സംഘകൃഷി, സമഗ്ര വിപണി, ബാലസഭ, ആരോഗ്യം, സ്ത്രീ പദവി, സ്വയം പഠന പരിപാടി തുടങ്ങി 9 മേഖലകളിലായി ചർച്ചകൾ നടത്തും. വാർത്താസമ്മേളനത്തിൽ പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ MK രാജശേഖരൻ, CDS ചെയർപേഴ്സൺ K രോഹിണി, KV ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. അമൃതഭാരതി വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാംസ്കാരിക പ്രശ്നോത്തരി നടന്നു. ജില്ലാതല സാംസ്കാരിക പ്രശ്നോത്തരിയാണ് സ്കൂളിൽ ശനിയാഴ്ച നടന്നത്. P ഗോപാലകൃഷ്ണൻ മാസ്റ്റർ പ്രശ്നോത്തരി മത്സരം ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഈ
ഇനിയും ഒരു പക്ഷേ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ വിഷമിച്ചിട്ട് പിന്നൽ പോകാറുണ്ട്. അടുത്ത പ്രാവശ്യം വരുന്ന സമയം അല്ലെങ്കിൽ ഇനിയൊരു ഇത് വരുന്ന സമയം അതിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുകയും അങ്ങനെ കൂടുതൽ പഠിക്കുക, വളരുക. അതാണ് അതിൻ്റെ. പി ഗോപികൃഷ്ണൻ മാസ്റ്റർ, ഹരികൃഷ്ണൻ മാസ്റ്റർ, രാജേഷ് പുതിയകണ്ഠം എന്നിവർ പ്രശ്നോത്തരിക്ക് നേതൃത്വം നൽകി. മലയാളം ടുഡേ മാസികയുടെ എൻ്റെ മലയാളം പദ്ധതിയിൽ ജില്ലയിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച 5 വിദ്യാലയങ്ങൾ കൂടി പങ്കാളികളായി. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടി അഭിമാനമായ കൂട്ടക്കരി ഗവൺമെന്റ് UP സ്കൂൾ. കഴിഞ്ഞ SLC പരീക്ഷയിൽ ഉന്നത വിജയ ശതമാനം നേടിയ പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. രാജ്യാന്തര പാഠ്യപദ്ധതി നടപ്പാക്കിയതിലൂടെ ശ്രദ്ധേയമായ ബേക്കൽ ഗ്രീൻവുഡ് പബ്ലിക് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളടക്കം 5 സ്ഥാപനങ്ങളാണ് മലയാളം ടുഡേ മാസികയുമായി സഹകരിച്ചത്. ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിൽ കാഞ്ഞങ്ങാട്ടെ വ്യാപാരി AP കരീം അനുവദിച്ച മാസിക അദ്ദേഹം ബോയ്സ് ഹെഡ് മുഹമ്മദ് നാസിമിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ M രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. Titled as Malayalam Today. I have gone through few last editions of this beautiful magazine. It is highly informative. PTA വൈസ് പ്രസിഡന്റ് അബ്ദുൾ നാസർ, മാസിക പത്രാധിപ സമിതി അംഗം മാധവൻ പാക്കം, റിപ്പോർട്ടർ KV സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂളിലേക്ക് PTA അംഗം TK നാരായണനാണ് മാസിക നൽകിയത്. സ്കൂൾ ലീഡർ അമൽചന്ദ്രൻ അദ്ദേഹത്തിൽ നിന്നും കോപ്പി ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പത്രാധിപ സമിതി അംഗം മാധവൻ പാക്കം മാസികയെക്കുറിച്ച് വിശദീകരിച്ചു. ഹെഡ്മാസ്റ്റർ A പവിത്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മൂകാംബിക ജ്വല്ലറി വർക്ക്സ് പ്രൊപ്പറേറ്റർ TV പ്രമോദാണ് മലയാളം ടുഡേ മാസിക നൽകിയത്. സ്കൂൾ ലീഡർ P നിതിൻ അദ്ദേഹത്തിൽ നിന്നും കോപ്പി ഏറ്റുവാങ്ങി. ഹെഡ്മാസ്റ്റർ K പ്രഭാകരൻ അധ്യക്ഷം വഹിച്ചു. ഒന്ന് ദേശാഭിമാനി പത്രം, മറ്റേത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ സ്കൂളിൻ്റെ ഗുണമേന്മയും നമ്മുടെ കുട്ടികളുടെ കഴിവും അവരുടെ അച്ചടക്കവും സൽസ്വഭാവവും പഠനമൊക്കെ മനസ്സിലാക്കിയിട്ട് തരികയാണ്. അധ്യാപകൻ K അനിൽകുമാർ സ്വാഗതവും ക്ലാസ് ലീഡർ മനീഷ മാധവൻ നന്ദിയും പറഞ്ഞു. നല്ല പൗരന്മാരായി നമ്മൾ വളരണമെങ്കിൽ വായന കൂടിയേ തീരും. വായന നമ്മളിൽ വളർത്താം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ രംഗത്ത് വന്ന പ്രമോദനും മാധവനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. തെരുവത്ത് ലക്ഷ്മി നഗർ ഗവൺമെന്റ് LP സ്കൂളിൽ ഡോക്ടർ TV പത്മനാഭൻ സ്കൂൾ ലീഡർ KK മുഹമ്മദ് മിഷാലിനെ കോപ്പി കൈമാറി. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് AK നളിനി അധ്യക്ഷം വഹിച്ചു. അധ്യാപിക B അംബിക പ്രസംഗിച്ചു. അജാനൂർ കടപ്പുറം ഫിഷറീസ് UP സ്കൂളിൽ കടപ്പുറത്തെ ശ്രീമതി ചന്ദ്രിക പ്രധാന അധ്യാപകൻ C രാമചന്ദ്രന് മാസിക കൈമാറി. അധ്യാപകൻ ബിജു K മാണി സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബസ് ജീവനക്കാർക്ക് മർദ്ദനം. കാസർഗോഡ് കമ്പാർ റൂട്ടിൽ ബസ്സോട്ടം നിലച്ചു. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ ആഗസ്റ്റ് 15 കാഞ്ഞങ്ങാട്ട് DYFI സേവ് ഇന്ത്യ റാലി. പ്രചരണ ജാഥകൾക്ക് ഗ്രാമങ്ങളിൽ വരവേൽപ്പ്. MGLC വിദ്യാലയങ്ങളുടെ സംരക്ഷണം അധ്യാപകർ സമരം തുടങ്ങി. ഹിരോഷിമയുടെ ദുഃഖം ചിത്രങ്ങളിൽ പകർത്തി വിദ്യാർത്ഥികൾ. മലയാളം ടുഡേയുടെ എൻ്റെ മലയാളം പദ്ധതിയിലേക്ക് കൂടുതൽ വിദ്യാലയങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.